നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സാരി കളക്ഷൻസ് ആണ്. 300 രൂപയിൽ താഴെ വില വരുന്ന ഒരു 10 സാരികളും അതല്ലാതെ 2-3 സാരികൾ എക്സ്ട്രാ കാണിക്കുന്നുണ്ട്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. എല്ലാത്തിൻ്റെയും പർച്ചേസ് ലിങ്ക് ഉണ്ട്. ഡെയിലി വെയർ ആയിട്ടുള്ള സാരികളാണ് കേട്ടോ. ഒന്ന് അത്യാവശ്യം നല്ല സാരികൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പം ആദ്യത്തെ സാരി എന്ന് പറയുന്നത് ഉടുത്തിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 279 രൂപയാണ്. നല്ല സാരിയല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ടാമത്തെ സാരി യെല്ലോ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മെറ്റീരിയൽ ജോർജറ്റാണ്. ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്നതും ജോർജറ്റ് മെറ്റീരിയലാണ്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 269 രൂപയാണ്. ശരിക്കും ആ ഒരു റേറ്റിൽ നല്ല വേർത്തായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് ഡിസൈനുമാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. ഞാൻ ഡിസൈൻ മുകളിൽ വരുന്ന തരത്തിലാണ് ഉടുത്തിരിക്കുന്നത്. ആക്ച്വലി ഈ യെല്ലോ ആണ് മുകളിൽ വരുന്നത്. നമുക്ക് രണ്ട് സൈഡും ഉടുക്കാം. ഒരു ചേഞ്ച് അല്ലേ. ഇതും വിത്ത് ബ്ലൗസ് തന്നെയാണ് സാരി. ബ്ലൗസ് മുറിച്ചിട്ടില്ല. ഈ യെല്ലോ ആണെങ്കിലും നല്ലൊരു യെല്ലോ ആണ്. മസ്റ്റാർഡ് യെല്ലോ ആണ്. അത് നമുക്ക് കണ്ണ് കുത്തുന്ന യെല്ലോ അല്ല. നെക്സ്റ്റ് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ്. നല്ല ഭംഗിയുണ്ട് ഇതും കാണാനായിട്ട്. ഇതും ജോർജറ്റാണ് മെറ്റീരിയൽ. റേറ്റ് വരുന്നത് 249 ആണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിനോട് നമുക്ക് ബ്ലൂ കളർ ബ്ലൗസ് വേണമെങ്കിൽ എടുക്കാം. വൈറ്റ് ഇടാം. വൈറ്റിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റ് ഇട്ടപ്പോഴത്തേക്കും സാരി തന്നെ അങ്ങ് മാറി. ഈ ബ്ലൗസും ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. നല്ല സ്റ്റൈലൻ ബ്ലൗസ് അല്ലേ. അതിൻ്റെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അവസാനം പറയാം. ആദ്യം നമുക്ക് സാരിയൊക്കെ കഴിയട്ടെ. അതും കുറഞ്ഞ റേറ്റിന് വാങ്ങിച്ചതാണ്. അടുത്ത സാരി ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 299 ആണ്. തുടർന്ന് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഗാർഡൻ സാരികളല്ല. എൻ്റെ അമ്മ പണ്ട് ഗാർഡൻ സാരിയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു മോഡലാണിത്. പക്ഷേ അന്നൊക്കെ ഗാർഡൻ സാരിക്ക് നല്ല റേറ്റ് ആയിരുന്നു. ഇതിനിപ്പോൾ അത്ര വലിയ റേറ്റ് ഒന്നുമില്ല. എല്ലാം 300-ന് താഴെയാണല്ലോ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗാർഡൻ സാരിക്ക് നല്ല നീളമായിരിക്കും. ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് നീളം ഉണ്ടാവില്ല. അപ്പം ഇത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസ് ഞാൻ കട്ട് ചെയ്യില്ല. ബ്ലൗസ് പീസ് അടക്കം അങ്ങ് ഉടുക്കും. വേണമെങ്കിൽ ഇത് മുന്താണിയായിട്ട് അങ്ങ് വെക്കാം. പക്ഷേ ഞാനത് ഉള്ളിലായിട്ട് ഉടുക്കും. എന്നിട്ട് തിരിച്ചു കൊടുക്കും. ഇത് വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. അകവും പുറമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇത് ഉള്ളിലായിട്ട് അങ്ങ് വന്നോളൂല്ലോ. ഇത് ഞാനൊരു വീഡിയോയിൽ ഉടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക് തരുമോ, ഗാർഡൻ സാരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. ഞാനൊരു നേവി ബ്ലൂ ബ്ലൗസാണ് ഇട്ടത്. ഈ ബ്ലൗസൊക്കെ ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇല്ല, ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ലിങ്ക് ഇടുന്നില്ല. ലിങ്ക് ഉള്ളതൊക്കെ ഞാൻ ഇട്ടേക്കാം. ഈ കാണിക്കുന്ന സാരികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 സാരികളൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഇഷ്ടമാണോ നിങ്ങളുടെ ഇഷ്ടം എന്നൊന്നും അറിയാൻ വേണ്ടി. അടുത്ത സാരിയാണിത്. ഇത് ഞാൻ ഉടുത്തിരിക്കുന്ന പോലത്തെ ഏകദേശം അതേ മോഡലിലുള്ളൊരു സാരി. പക്ഷേ ഡിസൈനൊക്കെ വേറെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 255 ആണേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മെലിഞ്ഞവർക്കൊക്കെ ഉടുക്കാനായിട്ടാണെങ്കിൽ ബ്ലൗസ് പീസൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. എൻ്റെ ഒക്കെ ഒരു തടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് പീസ് കട്ട് ചെയ്യാതിരിക്കുക എന്നില്ല. അപ്പം നീളം കിട്ടത്തില്ല. നെക്സ്റ്റ് ഒരു ഓറഞ്ച് ക്രീം കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ്. അത് നല്ല ഭംഗിയുണ്ട്. മെറ്റീരിയൽ ജോർജറ്റാണ്. റേറ്റ് വരുന്നത് 279 ആണ്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസ് മുറിച്ചിട്ടില്ല. നെക്സ്റ്റ് ഒരു പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള സാരിയാണ്. പക്ഷെ ഇപ്പോൾ ക്യാമറയിൽ പീച്ച് കളർ പോലെ ഉണ്ട്. പക്ഷേ ഇത് പിങ്ക് കളറാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് റേറ്റ് വരുന്നത് 249 ആണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബോർഡർ ഉണ്ട്. ബോർഡർ എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും കുഴപ്പമില്ല. ഉടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് പിങ്ക് ബ്ലൗസോ ബ്ലാക്ക് ബ്ലൗസോ എന്ത് വേണമെങ്കിലും പെയർ ചെയ്യാം. അടുത്ത സാരിയാണിത്. ഇത് ഞാനൊരു വീഡിയോയിൽ ഉടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു സാരി. ഇത് വേറെ സാധാ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇന്നിടാം. 299 ആണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കാണ്. നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നും. അടുത്തത് ഒരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ളൊരു സാരി. ഈ കാണുന്ന ബ്ലൂ കളർ ബ്ലൗസ് പീസാണ്. ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ബ്ലൗസ് വേണേൽ കട്ട് ചെയ്യാം മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 249 ആണ്. ഇത് നമുക്ക് ബ്ലൂ ബ്ലൗസിൻ്റെ കൂടെയോ അല്ലെ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയോ പെയർ ചെയ്യാം. പക്ഷേ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടപ്പം അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നേരത്തെ ഇട്ട സെയിം ബ്ലൗസാണ്. കൊള്ളാം അല്ലേ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാത്തൊരു ഡിസൈൻ. അടുത്ത സാരി ഇതും അതേപോലെ തന്നെ ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്.
ഇതിൻ്റെ റേറ്റ് വരുന്നത് 279. അടുത്ത സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാരിയാണ്. ബ്ലാക്കും റെഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. നല്ല സാരി കേട്ടോ, അതൊരു പ്രത്യേക ഭംഗിയാണ്. നല്ലൊരു മോഡേൺ ലുക്കുണ്ട്, ഉടുത്താലും നല്ല ഭംഗിയാണ്. 799 ആണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു വൈറ്റ് ബ്ലാക്ക് ഓറഞ്ച് കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ സാറ്റിനാണ്. ഇത്രയും നേരം കാണിച്ചതെല്ലാം ജോർജറ്റ് മെറ്റീരിയൽ ആയിരുന്നു. ഇതിനൊരു ബോർഡർ ഉണ്ട്. ഈ സാരി ഞാൻ ഉടുത്തിട്ടുണ്ട് കേട്ടോ ഒരിക്കൽ. ഇതിൽ ആകെ 2-3 സാരികൾ മാത്രമേ ഞാൻ ഉടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും ഉടുക്കാത്ത സാരികളാണ്. ഇത് ഞാൻ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയാണ് പെയർ ചെയ്യുന്നത്. ബ്ലാക്ക് ബ്ലൗസ് ആയാലും ഓറഞ്ച് ബ്ലൗസ് ആയാലും നല്ല ഭംഗി തന്നെയാണ്. ഇതൊരു മൾട്ടി കളർ സാരിയാണ് കേട്ടോ. ഞാനത് വാങ്ങിക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും, ഉടുത്താൽ എല്ലാം കൂടെ കഥകളി പോലെ ഉണ്ടാവും എന്നൊക്കെ ഒരു സംശയമായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് മെറ്റീരിയൽ ലിനനാണ്, ഞാൻ ഉടുത്തിട്ടില്ല. ഇതും വിത്ത് ബ്ലൗസ് തന്നെയാണ്, ബ്ലൗസ് മുറിച്ചിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു മെറൂൺ ബ്ലൗസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഓറഞ്ച് ബ്ലൗസ് ഇടാം. എനിക്കിഷ്ടപ്പെട്ടത് വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടിട്ടാണ്. ബ്ലൗസ് നന്നായ സാരിയുടെ ലുക്കേ മാറും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 349 ആണ് കേട്ടോ. ഈ സാരി ഞാൻ വാഷ് ചെയ്തിട്ടില്ല, ഉടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ കണ്ടീഷൻ എന്നറിയില്ല. കാരണം മിക്കവാറും ഇത് കളർ ഇളകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും മൾട്ടി കളറായിട്ടുള്ളതാണുള്ളത്. അപ്പോൾ എന്തായാലും ഡ്രൈ വാഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരിയുടെ കാര്യം മാത്രം വാഷ് ചെയ്താൽ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ. പല ഷെയ്ഡുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്തു. ഇട്ടിരിക്കുന്ന ലിങ്കിൽ കയറി എല്ലാ ഷെയ്ഡ്സും കാണാൻ പറ്റും. ഇനി ഈ ഒരു വൈറ്റ് ബ്ലൗസിനെ പറ്റി പറയാം. ആക്ച്വലി ഇതൊരു ബ്ലൗസല്ല, ജീൻസിൻ്റെ കൂടെയുള്ള ക്രോപ്പ് ടോപ്പാണ്. ഞാനിത് ബ്ലൗസായിട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഇട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. നല്ല മെറ്റീരിയലാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ ലിങ്കിൽ കയറിയാൽ എല്ലാ ഷെയ്ഡ്സും കാണാൻ പറ്റും. റേറ്റ് വരുന്നത് 329 രൂപയാണ്. സ്ട്രെച്ചബിൾ ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിച്ചങ്ങ് ഇട്ടിരുന്നാൽ മതി. പല സൈസിൽ അവൈലബിൾ ആണ്, സൈസ് നോക്കി വാങ്ങിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാരികൾ. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ലിങ്കൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രം എടുത്ത ഒരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.